പ്രൈസ് ലോർഡ്. ബൈബിൾ ക്വിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും. ക്വസ്റ്റ്യൻ: 150 ദിവസം പൊങ്ങിക്കൊണ്ടിരുന്ന വെള്ളം എത്ര ദിവസം കഴിഞ്ഞാണ് കുറഞ്ഞു തുടങ്ങിയത്? ഉത്തരം 150. ഉൽപ്പത്തി 8-ാം അധ്യായം 3-ാം വാക്യം. ക്വസ്റ്റ്യൻ: യഹോവ ആരെയാണ് ഈ തലമുറയിൽ നീതിമാനായി കണ്ടിരിക്കുന്നുവെന്ന് പറഞ്ഞത്? ഉത്തരം നോഹ. 7-ാം അധ്യായം 1-ാം വാക്യം. ക്വസ്റ്റ്യൻ: ഹാബേലിൻ്റെ രക്തം കയീൻ്റെ കയ്യിൽ നിന്നും ഏറ്റുകൊണ്ട ദേശം വിട്ട് അവൻ എന്തു ചെയ്യണം? ഉത്തരം ശാപഗ്രസ്തനായി പോകേണം. 4:11. ക്വസ്റ്റ്യൻ: യഹോവയായ ദൈവം തിന്നരുതെന്ന് പറഞ്ഞ ഫലം ആദാമും ഹവ്വയും തിന്നപ്പോൾ അവർ അറിഞ്ഞതെന്താണ്? ഉത്തരം തങ്ങൾ നഗ്നരെന്ന്. 3:7. ക്വസ്റ്റ്യൻ: നിങ്ങളുടെ പ്രാണനായിരിക്കുന്ന ഡാഷ് ഞാൻ പകരം ചോദിക്കും. എന്ത്? ഉത്തരം നിങ്ങളുടെ രക്തം. 9:5. ക്വസ്റ്റ്യൻ: ഭൂമിയിൽ വെള്ളം വറ്റിപ്പോകുന്നതുവരെ പോയും വന്നും കൊണ്ടിരുന്നത്? ഉത്തരം മലങ്കാക്ക. 8:7. ക്വസ്റ്റ്യൻ: മനുഷ്യൻ്റെ ഹൃദയവിചാരങ്ങളുടെ എന്താണ് എല്ലായ്പ്പോഴും ദോഷമുള്ളതെന്ന് യഹോവ കണ്ടത്? ഉത്തരം നിരൂപണങ്ങൾ. 6:5. ക്വസ്റ്റ്യൻ: ആദാമിന് എത്ര വയസ്സായപ്പോൾ ഷേത്ത് ജനിച്ചു? ഷേത്ത് ജനിച്ച ശേഷം ആദാം എത്ര വയസ്സുവരെ ജീവിച്ചിരുന്നു? ഉത്തരം 130, 800. 5:3-4 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: ആഴത്തിന്മീതെ ഉണ്ടായിരുന്നത് എന്താണ്? ഉത്തരം ഇരുൾ. 1:2. ക്വസ്റ്റ്യൻ: ആരുടെ മകൻ്റെ കാലത്താണ് ഭൂവാസികൾ പിരിഞ്ഞുപോയത്? ഉത്തരം ഏബെർ. 10:25. ക്വസ്റ്റ്യൻ: ഇരുട്ടായ ശേഷം പിളർന്ന ഭാഗങ്ങളുടെ നടുവേ കടന്നുപോയതെന്താണ്? ഉത്തരം ജ്വലിക്കുന്ന പന്തം. 15:17. ക്വസ്റ്റ്യൻ: അബ്രഹാമും തൻ്റെ മകനും ഒരേ ദിവസം പരിച്ഛേദനയേറ്റു. അവരുടെ വയസ്സ് എത്രയായിരുന്നു? ഉത്തരം 99, 13. ഉൽപ്പത്തി 17:24-25 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: സൊദോമിലെയും ഗൊമോറയിലെയും രാജാക്കന്മാർ ഓടിച്ചെന്നു വീണതെവിടെ? ഉത്തരം കീൽക്കുഴിയിൽ. 14:10. ക്വസ്റ്റ്യൻ: അബ്രാമിന് എത്ര സഹോദരന്മാരുണ്ടായിരുന്നു? തൻ്റെ പിതാവിന് മുമ്പേ മരിച്ച സഹോദരൻ ആര്? ഉത്തരം 2. ഹാരാൻ. 11:27-28 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: സാറായി നിമിത്തം യഹോവ ഫറവോനെയും അവൻ്റെ കുടുംബത്തെയും എന്ത് ചെയ്തു? ഉത്തരം ദണ്ഡിപ്പിച്ചു. 12:17. ക്വസ്റ്റ്യൻ: യഹോവ ആര് നിമിത്തമാണ് അബിമേലെക്കിൻ്റെ കുടുംബത്തിലുള്ളവരുടെ ഗർഭം അടച്ചിരുന്നത്? ഉത്തരം സാറ. 20:18. ക്വസ്റ്റ്യൻ: ദൂതന്മാർ വന്നപ്പോൾ പട്ടണവാതിൽക്കൽ ഇരുന്നതാര്? ഉത്തരം ലോത്ത്. 19:18. ക്വസ്റ്റ്യൻ: ആളുകളെ എനിക്ക് തരിക, സമ്പത്ത് നീ എടുത്തുകൊള്ളുക എന്ന് അബ്രാമിനോട് പറഞ്ഞതാര്? ഉത്തരം സോദോം രാജാവ്. 14:21. ക്വസ്റ്റ്യൻ: മുമ്പ് സിദ്ദീം താഴ്വരയായിരുന്നത് ഇപ്പോൾ എന്താണ്? ഉത്തരം ഉപ്പുകടൽ. 14:3. ക്വസ്റ്റ്യൻ: ഹൃദയ പരമാർത്ഥതയോടെ ചെയ്ത ഏത് രാജാവിനെയാണ് യഹോവ പാപം ചെയ്യാതെ തടുത്തത്? ഉത്തരം അബിമേലെക്ക്. 20:6.
ക്വസ്റ്റ്യൻ യാക്കോബിൻ്റെ ആദ്യജാതൻ്റെ അമ്മയാരാണ്? ഉത്തരം ലേയ. 29:32. ക്വസ്റ്റ്യൻ നീ ഞങ്ങളെക്കാൾ ഏറ്റവും ബലവാനാകൊണ്ട് ഞങ്ങളെ വിട്ടു പോക എന്ന് ഇസ്ഹാക്കിനോട് പറഞ്ഞതാര്? ഉത്തരം അബിമേലെക്ക്. 26:16. ക്വസ്റ്റ്യൻ ഇസാക്ക് റിബേക്കയെ ഭാര്യയായി എടുത്തപ്പോൾ അവന് എത്ര വയസ്സായിരുന്നു? അവന് എത്ര വയസ്സായപ്പോൾ അവർക്ക് മക്കളെ ലഭിച്ചു? ഉത്തരം 40, 60. 25:20, 26 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ അബ്രഹാം വയോധികനും കാലസമ്പൂർണനുമായി നല്ല ഡാഷ് പ്രാണനെ വിട്ടുമരിച്ചു. ഉത്തരം വാർദ്ധക്യത്തിൽ. 25:8. ക്വസ്റ്റ്യൻ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ അകത്തു വരിക എന്ന് അബ്രഹാമിൻ്റെ ദാസനോട് പറഞ്ഞതാര്? ഉത്തരം ലാബാൻ. 24:29 മുതൽ 31 വരെ. ക്വസ്റ്റ്യൻ കനാൻ ദേശത്ത് സാറ മരിച്ച കിര്യത്ത് അർബയുടെ മറ്റൊരു പേര്? ഉത്തരം ഹെബ്രോൻ. 23:2. ക്വസ്റ്റ്യൻ ഇസാക്ക് ജനിച്ച ശേഷം ഇസ്മായേൽ പരിഹാസിയെന്നു കണ്ടതാര്? ഉത്തരം സാറ. 21:9. ക്വസ്റ്റ്യൻ അബ്രഹാം തൻ്റെ മകൻ ഇസാക്കിന് പകരം യാഗം കഴിച്ചത് എന്തിനെയാണ്? ഉത്തരം ആട്ടുകൊറ്റൻ. 22:13. ക്വസ്റ്റ്യൻ ഏശാവിനെ ഭയന്ന് യാക്കോബ് അമ്മയുടെ സഹോദരൻ്റെ അടുക്കൽ പോയി എത്ര നാൾ വേലയൊന്നും ചെയ്യാതെ നിന്നു? ഉത്തരം 1 മാസം. 29:14-15 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ ലേയ എത്ര മക്കളെ പ്രസവിച്ച ശേഷമാണ് യഹോവ റാഹേലിനെ ഓർത്തത്? ഉത്തരം 7. 29:32 മുതൽ 30:21 വരെ. ക്വസ്റ്റ്യൻ എന്നെ എബ്രായരുടെ ദേശത്ത് നിന്ന് കട്ടുകൊണ്ടു പോന്നതാകുന്നു എന്ന് പറഞ്ഞതാര്? ഉത്തരം യോസേഫ്. 40:15. ക്വസ്റ്റ്യൻ യോസഫിനെ എത്ര പ്രാവശ്യം വിലയ്ക്ക് വിറ്റു? ഉത്തരം 2. 37:28, 36, 39:1. ക്വസ്റ്റ്യൻ യഹൂദ തൻ്റെ മുദ്രമോതിരം, മോതിരച്ചരട്, വടി ഇത് ആർക്കാണ് പണയമായി കൊടുത്തത്? ഉത്തരം താമാർ. 38:13-18 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ യോസേഫിനെ ഇസ്മായേല്യ കച്ചവടക്കാർക്ക് വിറ്റപ്പോൾ അവർക്ക് കിട്ടിയതെന്ത്? ഉത്തരം 20 വെള്ളിക്കാശ്. 37:28. ക്വസ്റ്റ്യൻ യോസേഫ് ഷെക്കേമിൽ സഹോദരന്മാരെ അന്വേഷിച്ച് വെളിമ്പ്രദേശത്ത് ചുറ്റി നടക്കുന്നത് കണ്ടതാര്? ഉത്തരം ഒരുത്തൻ. 37:15. ക്വസ്റ്റ്യൻ ഏശാവ് തൻ്റെ ഭാര്യമാർ, മക്കൾ, ആടുമാടുകൾ, കനാൻ ദേശത്ത് സമ്പാദിച്ച സകല സമ്പത്തുമായി എന്തുകൊണ്ടാണ് യാക്കോബിൻ്റെ അടുത്തു നിന്നും ദൂരദേശത്ത് പോയത്? ഉത്തരം സമ്പത്ത് അധികമായതിനാൽ. 36:6-7 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ യാത്രയിൽ മരിച്ച് വഴിയിൽ അടക്കം ചെയ്യപ്പെട്ടതാരെ? ഉത്തരം റാഹേൽ. 35:16-19 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ യാക്കോബ് എന്തു നിമിത്തമാണ് മുടന്തി നടന്നത്? ഉത്തരം ഉളുക്ക്. 32:31. ക്വസ്റ്റ്യൻ യാക്കോബ് ലാബാനെ അറിയിക്കാതെ അവിടെ നിന്നും പുറപ്പെട്ടു പോന്നതിനാൽ അവനെ എന്ത് ചെയ്തിട്ടായിരുന്നു പോന്നത്? ഉത്തരം തോൽപ്പിച്ച്. 31:20. ക്വസ്റ്റ്യൻ താമാർ പരസംഗം ചെയ്ത് ഗർഭിണിയായതിനാൽ അവളെ ചുട്ടുകളയണമെന്ന് പറഞ്ഞതാര്?
ഉത്തരം അമ്മായപ്പൻ. 38-13-24 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: ക്ഷാമം കൊണ്ട് വലഞ്ഞ ദേശങ്ങൾ ഏതെല്ലാം? ഉത്തരം കനാൻ, മിസ്രയീം. 47-13. ക്വസ്റ്റ്യൻ: ആരുടെ കൈയാണ് ശത്രുക്കളുടെ കഴുത്തിലിരിക്കുന്നത്? ഉത്തരം യഹൂദ. 49-8. ക്വസ്റ്റ്യൻ: ഡാഷ് എല്ലാം മിസ്രയീമ്യർക്ക് വെറുപ്പാണ്. ഉത്തരം ഇടയന്മാർ. 46-34. ക്വസ്റ്റ്യൻ: ക്ഷാമമുണ്ടായി എത്ര നാൾ കഴിഞ്ഞപ്പോഴാണ് യോസേഫ് സഹോദരന്മാർക്ക് തന്നെ വെളിപ്പെടുത്തിയത്? ഉത്തരം 2 വർഷം. 45-6. ക്വസ്റ്റ്യൻ: യാക്കോബ് യോസെഫിനെ കാണാൻ മിസ്രയീമിലേക്ക് പോകുന്ന വഴിയിൽ എവിടെയാണ് ദൈവത്തിന് യാഗം കഴിച്ചത്? ഉത്തരം ബെർഷേബ. 46-1. ക്വസ്റ്റ്യൻ: യോസെഫിന് നേർമയുള്ള വസ്ത്രം ധരിപ്പിച്ച് സ്വർണ്ണ സരപ്പളിയുമിട്ട് രാജാവിൻ്റെ എന്തും കൂടെ ഇട്ടാണ് രഥത്തിൽ കയറ്റിയത്? ഉത്തരം മുദ്രമോതിരം. 41-42. ക്വസ്റ്റ്യൻ: ധാന്യം വാങ്ങാൻ വന്ന സഹോദരന്മാരോട് യോസെഫ് അറിയാത്ത ഭാവം നടിച്ച് അവരോട് എങ്ങനെ സംസാരിച്ചു? ഉത്തരം കഠിനമായി. 42-7. ക്വസ്റ്റ്യൻ: ഫറവോൻ കണ്ട സ്വപ്നത്തിൽ ഉണ്ടായിരുന്നത്? ഉത്തരം പശു, കതിർ. 41-2-5 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: സുഭിക്ഷതയുള്ള 7 വർഷത്തെ മിസ്രയീമിലെ വിളവിൽ നിന്നും ക്ഷാമകാലത്തേക്ക് എത്രയാണ് വാങ്ങി വയ്ക്കേണ്ടത്? ഉത്തരം 1/5. 41-34. ക്വസ്റ്റ്യൻ: കുതിരയുടെ കുതികാൽ കടിക്കുന്നത്? ഉത്തരം ദാൻ. 49-17. താങ്ക്സ് ഫോർ വാച്ചിങ്.